ബിനോയ് വിശ്വം നമ്മോടൊപ്പം ഉണ്ട്, CPI സംസ്ഥാന സെക്രട്ടറി. ശ്രീ ബിനോയ് വിശ്വം, താങ്കളുടെ പാർട്ടി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത്. CPIയുടെ സ്ഥാനാർത്ഥി ആനി രാജ തന്നെ ആയിരിക്കുമോ? സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. പാർട്ടിയുടേതായ നിയതമായ ചട്ടങ്ങളുണ്ട്. അത് പാർട്ടിക്ക് പറയാൻ പറ്റുമോ? പക്ഷെ ഒന്നുറപ്പാണ്, ഇതാണ് കോൺഗ്രസിന്റെ മനസ്സിലെ പദ്ധതിയെങ്കിൽ ഈ കോൺഗ്രസ് കാണിച്ചത് വഞ്ചനയാ. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ വേഷം കെട്ടിച്ച് വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് രണ്ടാമത്തെ ആഴ്ച രാജിവെപ്പിച്ച് ഇതൊക്കെ ഡ്രാമ. ഈ നാടകം കളിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ആ നാടകം കളിച്ചു. നാടകം കളിച്ചിട്ട് അവസാനം അവരെ നായകനായി കൊണ്ടുവന്ന അതിനെ പിൻവലിപ്പിച്ചു, രാജിവെപ്പിച്ചു. എന്തായാലും ഈ വർഷം വരും. ഞങ്ങള് UDF മുമ്പിൽ എന്തായാലും ഞങ്ങളുടെ മറുപടി മത്സരമായിരിക്കും. LDF മത്സരിക്കും. LDF സ്ഥാനാർത്ഥി CPI സ്ഥാനാർത്ഥിയായിരിക്കും. ഉറപ്പിക്കാം. അല്ല, വയനാട്ടിൽ മത്സരിപ്പിച്ചത് എങ്ങനെയാണ് നാടകമാവുക? അടുത്ത സിറ്റിംഗ് MP ആയിരുന്നു രാഹുൽ ഗാന്ധി. അത് ഇതുപോലെ രണ്ടാമത്തെ ആഴ്ച രാജിവെപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഡ്രാമ. നോക്കൂ, ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ 43 സീറ്റുകളാണ് ഇന്ത്യ ബ്ലോക്ക് നേടിയത്. ഒരു ടെക്ടോണിക് ചേഞ്ചാണ് ആ സംസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യ ബ്ലോക്ക് ആകെ ആഗ്രഹിക്കേണ്ട കാര്യമല്ലേ UP പോലൊരു സംസ്ഥാനത്തെ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളതാ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ പോലുള്ള മത്സരിക്കേണ്ടത് BJPയുടെ ശക്തിവർഗമായിട്ടുള്ള നോർത്ത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. അവിടെയായി അതാണ് യഥാർത്ഥ പോരാട്ട വേദി. അതാണ് ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ്. അവിടെയാണ് BJPയുടെ എല്ലാ തന്ത്രങ്ങളും പയറ്റാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ മുഖം, ഇന്ത്യ സഖ്യത്തിന്റെ മുഖം, ആ മുഖത്തിനെ അവിടെ വരച്ചു മാറ്റിക്കൊണ്ടുവന്ന് ഒരിക്കലും BJP ജയിക്കില്ല എന്ന് ഉറപ്പുള്ളവരെടുത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ അർത്ഥം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണെന്ന് അന്ന് CPI പറഞ്ഞു, LDF പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ അത് തന്നെ പറയുന്നു. അന്ന് ഇവിടെ ചർച്ച വരുന്നത് അതായിരുന്നു. അതായത് അന്ന് ഒരുപക്ഷെ റായ്ബറേലി കടുത്ത മത്സരം നേരിട്ടേക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വയനാടിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ഗാന്ധിയെ റായ്ബറേലി ജയിപ്പിച്ചു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. രാഹുൽ ഗാന്ധി തന്നെ പറയുകയാണ്, വാരണസിയിൽ പ്രിയങ്ക ഗാന്ധി ആയിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ നരേന്ദ്രമോദിയെ ആ രാഷ്ട്രീയം അന്ന് അവർക്ക് മനസ്സിലായില്ല, പക്ഷെ ഇന്ന് തിരിച്ചറിയുന്നു എന്നാണ്. അതേ ഞങ്ങൾ പറഞ്ഞോളൂ. രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഞങ്ങളുടെ മറുപടി വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു, ഇങ്ങനെ വലിയൊരു പ്രചണ്ഡമായ മാറ്റത്തിന് UP തയ്യാറാകുന്നുവെന്ന കാര്യം മനസ്സിലാക്കാൻ വാരണാസിയിൽ മോദിയെ പോലും തോൽപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് പറ്റുമെന്ന അവസ്ഥയെ മുൻകൂട്ടി കാണാൻ എല്ലാം പരാജയപ്പെട്ട കോൺഗ്രസിനെ പറ്റി ഞങ്ങൾ പറഞ്ഞത്. നമ്മൾ രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്. മറ്റൊരു കാര്യം, വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല കോൺഗ്രസ് എന്നുള്ളതാണ്. അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ തന്ത്രപരമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വയനാടിനെ നിരാശപ്പെടുത്താതെ വയനാടിൽ നിന്ന് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക. ആദ്യം നികേഷിനോട് ചോദിച്ചെങ്കിൽ പോലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് എൻ്റെ അതേ കാഴ്ചപ്പാടിലേക്കും വാദങ്ങളിലേക്കും നികേഷും വരികയാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. അല്ല, ഇതിനകത്തിപ്പോൾ ആനി രാജയെ മത്സരിപ്പിച്ചൊരു മത്സരം അല്പം മുമ്പ് സംസാരിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും പ്രതികരിക്കുന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഉയർന്ന ഭൂരിപക്ഷമോ നേടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മത്സരം താങ്കൾ വയനാട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിലൊന്നും ഞങ്ങൾ ഉത്തരം പറയുന്നില്ല. ഞങ്ങൾ ഒന്നാം തരം മത്സരം കാഴ്ചവെക്കും. അത് രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മത്സരിക്കും. ആ രാഷ്ട്രീയം ഇതായിരിക്കും. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്ത്യ സഖ്യത്തിന് രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മൂക്കിനപ്പുറം കാണാനുള്ള കെൽപ്പില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ പോലൊരാളെ ഇവിടെ കൊണ്ടുവന്ന് വേഷം കെട്ടിച്ച് നാടകം കളിച്ചു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ വയനാട്ടിൽ വഞ്ചിച്ചു. ഇത്രയും കാര്യം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയും, ഒന്നാന്തരമായിട്ട് പോരാടും. അതിന്റെ ഫലം എന്തായാലും ഞങ്ങളുടെ പോരാട്ടം വയനാട്ട് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നാന്തരമായി കാഴ്ചവെക്കും.
ശരിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഇന്ത്യ ബ്ലോക്കിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയെ നിങ്ങളൊരു CPI സീറ്റിൽ, അതായത് CPI മത്സരിക്കുന്ന സീറ്റിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ പ്രിയങ്ക മത്സരിക്കുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തൊരു വിചിത്രമായ മത്സരമാണിത്. നിങ്ങൾ പറഞ്ഞിരുന്നു ആസ് ഫാർ ആസ് പോസിബിൾ സാധ്യമായ ഇടങ്ങളിൽ മാത്രമേ സഖ്യമുള്ളൂ, ബാക്കിയുള്ള ഇടങ്ങളിൽ പരസ്പരം മത്സരിക്കും. BJP എന്ന സംവിധാനത്തെ പ്രധാന പ്രതിയോഗിയാക്കി മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് മത്സരവും ഉണ്ടാകില്ല എന്ന്. പക്ഷേ ഇതിനൊരു വിചിത്രതയില്ലേ? നോക്കൂ, കോൺഗ്രസും CPIയും ഇന്ത്യ ബ്ലോക്കിലെ രണ്ട് ഘടകകക്ഷികളാണ്, പരസ്പരം ഏറ്റുമുട്ടുന്നു. എന്തർത്ഥം ഇതിനകത്തുള്ളത്? എന്ത് രാഷ്ട്രീയം ഇതിനകത്തുള്ളത്? അതെ, CPIയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ പങ്കാളികളാണ് എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കേരളത്തിലെ രാഷ്ട്രീയവും നിങ്ങൾക്കും എനിക്കും അറിയേണ്ട കടമയുണ്ട്. അങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ LDFും UDFുമായിട്ടുള്ള രാഷ്ട്രീയ തുല്യത കൊണ്ട് എല്ലാ കാലത്തും ആ കളം വിട്ടിട്ട് LDF അങ്ങ് മാറി നിന്നാൽ സംശയം വേണ്ട, ആ മാറുനിൽപ്പ് പ്രത്യക്ഷമായി സഹായിക്കാൻ പോകുന്നത് BJP ആയിരിക്കും. അങ്ങനെ BJPയെ പ്രത്യക്ഷമായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം പറയുന്നവർക്കും ചിന്തിക്കുന്നവർക്കും മാത്രമേ പറയാൻ പറ്റൂ ഞങ്ങൾ മത്സരക്കളം വിട്ടു പോകണമെന്ന്. ഞങ്ങൾ അങ്ങനെ BJPക്ക് സഹായകമായ ഒന്നും ചെയ്യില്ല എന്ന കാര്യം ഞങ്ങൾ ആയിരം വട്ടം പറയുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPI എപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും? അതൊക്കെ CPI ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ബഹുദൂരം മുന്നോട്ട് പോയി. എന്റെ പൊന്നു നികേഷ്, തിരക്ക് പിടിക്കല്ലേ, സമയത്ത് സ്ഥാനാർത്ഥി ഉണ്ടാകും. സമയം എപ്പോൾ വരും? മുഹൂർത്തത്തിൽ അറിയിക്കാം നോക്കിയിട്ട്. നന്ദി. ശ്രീ ബിനോയ് വിശ്വം MP